ഒരു നിമിഷം. സ്റ്റോറി ഫ്രം എസ്കേവ് ഡാക്കൻ. അമേരിക്കയിൽ സ്ഥിര താമസക്കാരനായ ജോർജ് കുര്യന്റെ ബംഗ്ലാവ് ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നാട്ടിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിച്ചു പണിത സ്വപ്നഗ്രഹം. വല്ലപ്പോഴും മാത്രം വന്നിരുന്ന അവരുടെ രക്ഷിതാക്കൾ സ്വർഗീയരാതോടുകൂടി തീരെയില്ലാതായി. കുട്ടികൾക്ക് ഒഴിവുകാലത്ത് താൽപര്യം യൂറോപ്പിലേക്കും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരുന്നു. കാര്യസ്ഥൻ സമർത്ഥനായിരുന്നത് കൊണ്ട് വീടെല്ലാം നന്നായി സൂക്ഷിച്ചിരുന്നു. ഭാര്യയ്ക്ക് കിട്ടിയ ഉപദേശപ്രകാരം വീട്ട് വാടകയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഒരേയൊരാവശ്യം ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത അണുകുടുംബത്തെയായിരുന്നു. അവർക്ക് യോജിച്ച വിധത്തിൽ ഒരു പാർട്ടി വീട് ചോദിച്ചു എത്തി. വന്നവർക്ക് വീട് ബോധിച്ചു. സാമാന്യം ഉയരത്തിൽ വെളുത്തുമെലിഞ്ഞൊരു സ്ത്രീയായിരുന്നു അവർ. അവരുടെ മുഖഭംഗിയും ശരീരാകൃതിയും കണ്ടാൽ ഉത്തരേന്ത്യക്കാരിയാണെന്ന് തോന്നുമായിരുന്നു. അവരെ സഹായിക്കാൻ ഒരു സ്ത്രീയെ ആ നാട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അപ്രത്യക്ഷനായി. അയാൾ സ്ത്രീയുടെ ഭർത്താവോ അതോ ബന്ധുവോ ആണെന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു. വീട്ടിൽ പ്രവേശനം ആർക്കും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കിയിരുന്നത് വേലക്കാരിയിൽ നിന്നായിരുന്നു. അത്യാവശ്യകാര്യങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചുകൊടുക്കുവാൻ അവർ സന്നദ്ധത കാണിച്ചിരുന്നു. സമൂഹത്തിലെ ഉന്നതപദവി അലങ്കരിക്കുന്നവരുമായി അവൾക്ക് ബന്ധമുണ്ടെന്ന് ഒരു കിംവദന്തി നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെയോ വന്നു ചേർന്നിരുന്നു. സ്വന്തമായി കാറും അത് ഓടിപ്പിക്കാനുള്ളറിവും കാരണം വണ്ടിയിൽ വരുന്നവരെ ആരും കാണാറില്ല. നാട്ടുകാർക്ക് പോലീസിലോ മറ്റു ഭരണപരമായിട്ടുള്ള ആഫീസിലോ വേണ്ടിവരുന്ന സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരെക്കൊണ്ട് സാധിക്കും വിധത്തിൽ ചെയ്തു കൊടുത്തിരുന്നു. അത് നാട്ടുകാരുടെ ഇടയിൽ അവളുടെ യശസ് വർദ്ധിപ്പിക്കുകയും നാട്ടുകാർ അവളെ സ്നേഹിക്കുകയും ചെയ്തു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് നേരം വൈകിയാണ് വേലക്കാരി ജോലിക്കെത്തിയത്. ചാരി കിടന്നിരുന്ന വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുകയും അബോധാവസ്ഥയിൽ വീഴുകയും ചെയ്തു. വീടിന്റെ വാടക ചോദിക്കാനെത്തിയ കാര്യസ്ഥനും അത് കണ്ടു ഞെട്ടി. അയാളുടെ സമചിത്തത മൂലം പോലീസ് ഉടനെത്തി. നാട്ടുകാർ ഓടിക്കൂടി. അവർക്കാർക്കും വിശ്വാസം വന്നില്ല. ഏതോ കള്ളൻ വീട്ടിൽ കയറി അതിക്രമം നടത്തിപ്പോയെന്ന് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി. സ്ത്രീകൾ അത് കേട്ട് കരയാനാരംഭിച്ചു. പോലീസും വിരലടയാള വിദഗ്ധരും രഹസ്യാന്വേഷണ വിഭാഗവും മറ്റു ബന്ധപ്പെട്ടവരെല്ലാരുമായി വീടും പരിസരവും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുവാനുള്ള ഒരു ശ്രമവും നടത്തിയത് കണ്ടില്ല. അതുകൊണ്ട് ഈ കൃത്യം ചെയ്തത് സ്വന്തം ബന്ധുക്കളെ പരിചയക്കാരോ അവനാണ് സാധ്യത എന്നവർക്ക് തോന്നി. അതായിരുന്നു അവരുടെ അനുഭവം. അന്വേഷണരേഖകൾ തയ്യാറാക്കുമ്പോഴാണ് അവർ ഒരു കാര്യം അറിഞ്ഞത്. കൊല്ലപ്പെട്ട സ്ത്രീ എവിടെ നിന്ന് വന്നുവെന്നോ യഥാർത്ഥ പേരോ അഡ്രസ്സും ഒന്നും ശരിയല്ലെന്ന് കണ്ടത്. എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കേസാണെന്നു അവർ തിരിച്ചറിഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ അയച്ചു. പോലീസ് അവിടെ മുഴുവനും റിബൺ കെട്ടി തിരിച്ചിരുന്നു. അവിടെ നിന്നു പോകുമ്പോൾ വേലക്കാരിയോടും കാര്യസ്ഥനോടും അറിയിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് നിർദ്ദേശിച്ചു. സൈബർ പോലീസ് തലകുത്തി മറിഞ്ഞിട്ടും തെളിവൊന്നും ലഭിക്കാതിരുന്ന നേരത്താണ് അങ്ങ് കണ്ണൂരിൽ ഒരു സ്ത്രീയെ കാണുവാനില്ല എന്ന കേസിന്റെ കാര്യം പോലീസ് മനസ്സിലാക്കിയത്. ഫോട്ടോകളിൽ നിന്ന് അവരുടെ ഊഹം ശരിയായിരുന്നു. ആ സ്ത്രീയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനായി 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. അവരുടെ റിപ്പോർട്ട് പ്രകാരം പോലീസിന് കൊലപാതകത്തിന് കാരണമാകുവാനുള്ള ലക്ഷ്യമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെത്തി. മരിച്ച സ്ത്രീയുടെ വീട് കണ്ടുപിടിച്ചു. പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. കാര്യങ്ങളെല്ലാം അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവർക്ക് ഒരു തുമ്പു കിട്ടിയത്. ഈ കൊലപാതകം ഉണ്ടായതിനുശേഷം ഒരു യുവാവ്, അയാൾ പണ്ട് ഈ സ്ത്രീയുടെ കൂടെ ജോലിക്ക് ഉണ്ടായിരുന്നത്, നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടുണ്ടെന്നുള്ള കാര്യം. അവർ സൈബർ പോലീസ് വഴി യുവാവിന്റെ നീക്കങ്ങൾ അനുകരിക്കുവാൻ ആരംഭിച്ചു. യുവാവിന്റെ വീട്ടിലേക്ക് സമൂഹമാധ്യമങ്ങൾ വഴി ബന്ധപ്പെടുന്നവരെ തിരഞ്ഞുപിടിച്ചതുവഴി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ധാരാളം സന്ദേശങ്ങളിൽ നിന്നായി അവൻ അവിടെയുണ്ടെന്ന് മനസ്സിലാക്കി. പോലീസ് അവനെ പിടിച്ചു ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഏകദേശം ഒരു രൂപം കിട്ടി. പോലീസ് അവനെയും കൊണ്ട് കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടിലെത്തി. തെളിവെടുപ്പ് തുടങ്ങിയപ്പോൾ നാട്ടുകാർ അക്രമാസക്തരായി. അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പോലീസ് വേഗം തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി ഓടിച്ചുപോയി. നാട്ടുകാരുടെയും ടിവി മാധ്യമ റിപ്പോർട്ടർമാരുടെയും ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചില മറുപടികൾ പറഞ്ഞു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ യഥാർത്ഥ പേര് ശോഭ ശ്രീധരൻ എന്നായിരുന്നു. അവരുടെ ഭർത്താവിന്റെ പേരായിരുന്നു ശ്രീധരൻ. അയാൾ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിൽ വെച്ചു മരിച്ചുപോയി. മാധ്യമപ്രവർത്തകൻ: സാറെ, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമാക്കാമോ? പോലീസ് ഉദ്യോഗസ്ഥൻ: ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിനുശേഷം അറിയിക്കുന്നതായിരിക്കും. ടിവിയിൽ ഓരോ ചാനൽക്കാരും അവർക്ക് ഉതകുന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തു ജനങ്ങളെ അവരിലേക്ക് അടുപ്പിച്ചു നിർത്തി. തോമസിനെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ മനഃശാസ്ത്രപരമായ ഇടപെടലിനൊടുവിൽ കൊലപാതകം ചെയ്യുവാനുള്ള കാരണം അവൻ വിശദീകരിച്ചു. ശോഭ വിസ കച്ചവടം ആരംഭിച്ചു. അതിനുവേണ്ടി തുടങ്ങിയ ട്രാവൽസിലെ 3 ജോലിക്കാരിലൊരാളായിരുന്നു ഞാൻ. വിസ കച്ചവടത്തിലൂടെ ധാരാളം പണം അവർ സമ്പാദിച്ചിരുന്നു. റിക്രൂട്ട്മെന്റ് നടക്കുന്നതിനിടയിൽ ഞാനൊരു കോമഡി താരത്തെ പരിചയപ്പെട്ടിരുന്നു. അവർക്ക് ഒരു അമേരിക്കൻ പ്രോഗ്രാം വീണുകിട്ടിയിട്ടുണ്ടെന്നും ഗായകരും കോമഡി താരങ്ങളും മറ്റു ആർട്ടിസ്റ്റുകൾ അടക്കം 8 പേരാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ കാര്യം ശോഭയോട് സംസാരത്തിനിടയിൽ അറിയിച്ചപ്പോൾ അവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഏർപ്പാടാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ശോഭയും ഞാനും കൂടി കോമഡി താരത്തിനെ കാണുകയും സംസാരത്തിനിടയിൽ ശോഭ അവർക്ക് പണം നൽകാൻ തയ്യാറാവുകയും പകരമായി 3 പേരെ കൂടെ പ്രോഗ്രാമിന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയും വേണമെന്ന് ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. ആ പ്രകാരം ശോഭ 3 പേരെ റിക്രൂട്ട് ചെയ്ത് അമേരിക്കയിലേക്ക് അയച്ചു. അവരിൽ നിന്ന് 1 കോടി രൂപ വിസ ചാർജ് ഇനത്തിൽ വാങ്ങിയെടുത്തു. പക്ഷേ എനിക്ക് അതിൽ നിന്ന് സാമ്പത്തികമായി ഒന്നും ലഭിച്ചില്ല.
അത് ഞാനും ശോഭയും തമ്മിലുള്ള ബന്ധത്തിൽ നീരസതിനു വഴിവെച്ചു. ഇതിനിടയിൽ ശോഭയുടെ ഭർത്താവ് മരിക്കുകയും അവൾക്ക് ബിസിനസ്സിനോടുള്ള താൽപര്യം കുറഞ്ഞുവന്നു. എന്നോട് ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാൻ ശോഭ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ അത് ഏറ്റെടുത്തെങ്കിലും കാര്യമായ പുരോഗതി നേടാനായില്ല. അങ്ങനെ വിഷമസ്ഥിതിയിലായിരിക്കുന്ന സമയത്ത് ശോഭ ആദ്യം ഗൾഫിലേക്ക് അയച്ച വിസയിൽ ചില പ്രശ്നങ്ങളുണ്ടാവുകയും അവർ കുറച്ചുപേർ കൂട്ടത്തോടെ തിരിച്ചുവരുന്ന കാര്യം അറിഞ്ഞപ്പോഴാണ് ശോഭ സ്ഥലം വിട്ടുപോയത്. എന്റെ അടുത്ത് തിരിച്ചെത്തിയവർ വരികയും അവരുമായുണ്ടായ പ്രശ്നങ്ങൾ നിമിത്തം ബിസിനസ് തകരുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ശോഭയുടെ അഡ്രസ് കിട്ടിയപ്പോൾ സഹായം ചോദിക്കണമെന്ന് കരുതിയാണ് പോയത്. സാമ്പത്തികം ആവശ്യപ്പെട്ടപ്പോൾ ശോഭ കുറച്ചു പണം നൽകുവാൻ തയ്യാറായെങ്കിലും ബിസിനസ്സിൽ ഉണ്ടായ നഷ്ടം അവരോട് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ അവിടെ ഉണ്ടായിരുന്ന കാഫലങ്ങൾ മുറിക്കാൻ വെച്ചിരിക്കുന്ന കത്തിയെടുത്തു ഭയപ്പെടുത്താൻ വീശിയപ്പോൾ കഴുത്തു മുറിഞ്ഞു. അതുകണ്ട് ഞാൻ പേടിച്ചു ഓയിട്ടിപ്പോയി. തോമസ് തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞു. കുറ്റബോധത്തിൽ അവന്റെ കണ്ണുകൾ ദയക്ക് വേണ്ടി യാചിച്ചു. ആ സമയത്ത് പോലീസുകാർ അവനെ ജഡ്ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സ്റ്റോറി ആൻഡ് കോൺസെപ്റ്റ് ബൈ എസ്.കെ. വഡാക്കൻ. നിങ്ങളുടെയെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് വീഡിയോസ്.